ഇന്നത്തെ അറിയിപ്പുകൾ. KSRTCയുടെ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയിൽ ഗ്രൂപ്പ് ടിക്കറ്റ് വിതരണത്തിൽ നിയന്ത്രണം. പരമാവധി 5 ടിക്കറ്റ് വരെ ഒരുമിച്ച് നൽകാൻ കഴിയുന്ന വിധത്തിലേക്കാണ് മാറ്റിയത്. സർക്കാരിന് നഷ്ടമുണ്ടാകുന്ന വിധത്തിൽ ചില കണ്ടക്ടർമാർ അധിക ടിക്കറ്റ് നൽകിയതിനെ തുടർന്നാണ് നടപടി. പരമാവധി 5 ടിക്കറ്റ് വരെ ഒരുമിച്ച് നൽകാൻ കഴിയുന്ന വിധത്തിലേക്കാണ് ഗ്രൂപ്പ് ടിക്കറ്റിംഗ് മാറ്റിയത്. തനിച്ചു യാത്ര ചെയ്ത സ്ത്രീകൾക്ക് കണ്ടക്ടർ 9 ടിക്കറ്റ് നൽകിയതായി പരാതി ഉയർന്നതിന് 1 ടിക്കറ്റ് വീതം അച്ചടിക്കാൻ കഴിയുന്ന വിധത്തിൽ ടിക്കറ്റ് മെഷീനുകളിൽ മാറ്റം വരുത്തിയിരുന്നു. എന്നാൽ സംസ്ഥാന വ്യാപകമായി കണ്ടക്ടർമാർ ഇതേക്കുറിച്ച് പരാതിപ്പെട്ടതോടെ 5 ടിക്കറ്റ് വരെ ഒരുമിച്ച് നൽകാനാവുന്ന വിധത്തിലേക്ക് ഗ്രൂപ്പ് ടിക്കറ്റിംഗ് പരിഷ്കരിച്ചു. KSRTC നൽകുന്ന സൗജന്യ യാത്രയ്ക്ക് സർക്കാർ പണം നൽകുമെന്നതാണ് പ്രിയദർശിനി പദ്ധതിയുടെ വ്യവസ്ഥ. യാത്രക്കാരുടെ എണ്ണം കൂട്ടിക്കാണിക്കാൻ ചില കണ്ടക്ടർമാർ തനിച്ചു യാത്ര ചെയ്യുന്നവർക്കും യാത്രക്കാരുടെ എണ്ണം കൂട്ടിക്കാണിച്ച് ടിക്കറ്റുകൾ നൽകി. യാത്രാക്കൂലി ഈടാക്കാത്തതിനാലും ടിക്കറ്റിൽ തുക രേഖപ്പെടുത്താത്തതിനാലും ഭൂരിഭാഗം യാത്രക്കാരും ശ്രദ്ധിക്കാത്തതാണ് ചില ജീവനക്കാർ മുതലെടുത്തത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് 25 വർഷത്തേക്ക് കുറഞ്ഞ നിരക്കിൽ 200 മെഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം ലഭിക്കുന്ന കരാറിന് അംഗീകാരം തേടി KSEB. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയാണ് തേടിയിരിക്കുന്നത്. സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് 25 വർഷത്തേക്ക് കുറഞ്ഞ നിരക്കിൽ 200 മെഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം ലഭിക്കുന്ന കരാറിനാണ് അനുമതി തേടി KSEB റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. കരാർ പ്രകാരം യൂണിറ്റിന് 2.93 രൂപ എന്ന കുറഞ്ഞ നിരക്കിലാണ് വൈദ്യുതി ലഭിക്കുക. വെൽസ്പൺ റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് സോളാർ എനർജി കോർപ്പറേഷൻ 2.86 രൂപയ്ക്ക് വാങ്ങുന്ന വൈദ്യുതി യൂണിറ്റിന് 7 പൈസ ട്രേഡിംഗ് മാർജിൻ ചേർത്താണ് KSEBക്ക് 2.93 രൂപയ്ക്ക് നൽകുക. സൗരോർജ്ജ നിലയങ്ങളിൽ നിന്ന് പകൽ ലഭിക്കുന്ന ഈ വൈദ്യുതി വൈകിട്ട് 6 മുതൽ അർദ്ധരാത്രി വരെയുള്ള ഏറ്റവും ആവശ്യകത കൂടിയ സമയത്ത് സംസ്ഥാനത്തിന് ഉപയോഗിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ആവശ്യമായ വൈദ്യുതി നൽകാതിരുന്നാൽ കരാർ നിരക്കിന്റെ 1.5 ഇരട്ടി പിഴ ലഭിക്കാനും വ്യവസ്ഥയുണ്ട്. KSEB ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പദ്ധതിക്ക് അംഗീകാരം നൽകി. സോളാർ എനർജി കോർപ്പറേഷനുമായി ഒപ്പിടേണ്ട കരാറിന്റെ കരട് രേഖയും തയ്യാറാക്കിയ ശേഷമാണ് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി തേടിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രിക് വാഹനങ്ങൾക്കായി സംസ്ഥാനത്തുടനീളം പുതിയ ഹൈസ്പീഡ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം സമർപ്പിച്ച് വൈദ്യുതി ബോർഡ്. കേന്ദ്ര സർക്കാരിന്റെ PM E-ഡ്രൈവ് പദ്ധതിക്ക് കീഴിലാണ് നീക്കം. കേരളത്തിലെ EV ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതാണ് KSEBയുടെ പുതിയ പദ്ധതി. സംസ്ഥാനത്തെ 227 പുതിയ കേന്ദ്രങ്ങളിൽ 315 ഹൈസ്പീഡ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ PM E-ഡ്രൈവ് പദ്ധതിക്ക് കീഴിലാണ് നീക്കം. പദ്ധതി ചെലവിന്റെ പകുതിയോളം വരുന്ന 60 കോടി രൂപയുടെ സർക്കാർ സബ്സിഡിക്കാണ് KSEB അപേക്ഷ നൽകിയിരിക്കുന്നത്. കേന്ദ്രം 1ാം ഘട്ടത്തിനായി അനുവദിച്ച 63.12 കോടി രൂപയുടെ ഗ്രാന്റ് ഉപയോഗിച്ച 209 കേന്ദ്രങ്ങളിലായി 335 ചാർജറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് 2ാം ഘട്ട വിപുലീകരണം. സർക്കാർ ഭൂമിയെ മാത്രം ആശ്രയിക്കാതെ പുതിയ ചാർജിംഗ് സ്റ്റേഷനുകളിൽ 95% സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലാണ് സ്ഥാപിക്കുന്നത്. താൽപര്യപത്രം വഴി സ്വകാര്യ ഭൂവുടമകളുടെയും ചാർജ് പോയിന്റ് ഓപ്പറേറ്റർമാരെയും ഉൾപ്പെടുത്തിയാണ് നീക്കം. പ്രധാന ഹൈവേകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യങ്ങൾ വരിക. പുതിയ സ്റ്റേഷനുകളിൽ ഭൂരിഭാഗവും ഉയർന്ന ശേഷിയുള്ള ഹെവി ഡ്യൂട്ടി ചാർജറുകളാണ്. പഴയ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് കുറഞ്ഞ സമയത്തിനുള്ള വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. പഴയ സ്റ്റേഷനുകൾ അപ്ഗ്രേഡ് ചെയ്യാനും KSEB പദ്ധതിയിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.